വീട്ടിൽ ഓഫീസില്ലേ? പിന്നെ ജോളിയെ കാണാൻ വേണ്ടി ഇന്ന് ലീവ് എടുത്തു. ഇവള് പറഞ്ഞിട്ടാ എന്റെ പ്രേമഭാചനം. ഇവള് പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. ഗോപിയേട്ടൻ ഒന്നുകൂടാവാം. വേണ്ട, ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ഞങ്ങൾ പോട്ടെ ജോണി. ആ ഇരിക്കും, ഞാനിപ്പോ വരാം. എന്ത് ബോറായി കാണിക്കുന്നത്? ആ വിസയുടെ കാര്യം ചോദിച്ച് ശരിയാക്കുന്നേ. എന്തിനാ? എനിക്ക് വേണ്ടി. എല്ലാം ശരിയാവും. ഇതിരിക്കട്ടെ ചേച്ചി. ഗോപിയേട്ടൻ ചേർന്നിരുന്നേ, കുറച്ചുകൂടെ ചേർന്ന്. ജോണി വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നേ. തീർച്ചയായിട്ടും വരാം. ഞാൻ ഈ ജോലി ചെയ്യാൻ കളഞ്ഞിട്ടെങ്കിൽ വന്നാലോ, നീ എനിക്കൊരു വിസ ശരിയാക്കി തരണം. ഗോപിയേട്ടൻ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കൂ, എന്നിട്ട് എനിക്കെഴുതും. അതൊന്നും എന്നെ കൊണ്ടാവില്ല. നിങ്ങൾ ഇന്ന് ഇതിട്ട് പോയാ മതി. ഇതൊന്നിട്ടുണ്ട് ഓഫീസ് പോകാൻ പറ്റില്ല. നിങ്ങൾ ഇതിന് ഇട്ടു നോക്കുന്നേ. ഹായ്, ആളിപ്പോ ഒരു പയ്യനായി. ഇത് വേണോ? ഏയ്, ഒരു കുഴപ്പമില്ല, നല്ല ചേർച്ച. നോക്കി, ഇതെങ്ങനെയുണ്ട്? മോശമല്ല. എന്തായാലും എന്താ, വെറുതെ കിട്ടിയല്ലേ. അമ്മേ അമ്മേ എനിക്കും അമ്മേ. അമ്മേ അമ്മേ എനിക്കും അമ്മേ. ഹായ്, നല്ല മണം. നിങ്ങളുടെ കല്യാണി ടീച്ചർക്കും ഈ മണം. അലക്കി തേച്ച് വെച്ച വേറെ ഷർട്ടൊന്നുമില്ലേ? നിങ്ങളതൊന്നിട്ട് പോന്നേ, 4 പേര് കാണട്ടെ.
ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്ന കാര്യം മറക്കണ്ട. ഇന്ന് തന്നെ ചേരാൻ നോക്കുള്ളൂ. ആ കളക്ടർക്കുള്ള ലെറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞോ ലീലെ? ഇല്ല സാർ, ഒരു പാരഗ്രാഫ് കൂടെ ഉണ്ട്. ലീലയ്ക്ക് സ്പീഡ് പോരാല്ലേ? മിനിറ്റിൽ എത്ര വാക്കുകൾ അടിക്കും? എന്റെ ടെസ്റ്റ് സ്പീഡ് 50 എത്ര കാലം എടുത്തു ഈ സ്പീഡിൽ എത്താൻ? 2 കൊല്ലം. ഓഹോ, ഒരുവിധം ടൈപ്പിംഗ് വശമാക്കാൻ എത്ര കാലം വേണ്ടിവരും? നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ 6 മാസം കൊണ്ട് പഠിക്കാം. 6 മാസം വേണോ? എന്താ സാർ ചോദിക്കാൻ? എന്റെ ഭാര്യയ്ക്കൊന്ന് പഠിക്കണമെന്ന് പറയുന്നു. അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അല്ല, ആൺകുട്ടികൾക്കുള്ള സമയം എപ്പോഴാണെന്ന് അറിയാം. 10 മണി മുതൽ 1 മണി വരെയാണെന്ന് തോന്നുന്നു. ഓഹോ, 5 മണിക്ക് ശേഷം ആൺകുട്ടികളെ പഠിക്കാൻ സമ്മതിക്കൂ? അറിയില്ല, ചിലപ്പോ സമ്മതിച്ചു വരും. ആർക്കാ? എനിക്ക് തന്നെ. സാറിനാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. 2-3 വയസ്സന്മാർ വേറെയും പഠിക്കുന്നുണ്ട്. എന്താ എവിടെ നോക്കിയിട്ടാണ് നടക്കണേ? അല്ല സാറെങ്ങോട്ടാ? അർജന്റായിട്ട് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. നാളെ രാവിലത്തെ പോസ്റ്റിൽ കളക്ടർക്ക് പോകാനുള്ളതാ. ആ ഓഫീസിലെ ടൈപ്പിസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. 5 മണിക്ക് ശേഷം അവരെ പിടിച്ചിരുത്തുന്നത് ശരിയല്ലല്ലോ. രാമനാരൻ എവിടെ? ഞാൻ എന്റെ മകന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒന്ന് ടൈപ്പ് ചെയ്യിക്കാൻ വന്നതാ. അവനൊരു വിസ ശരിയായിട്ടുണ്ട്. എവിടേക്ക്? ദുബായിക്ക്. ജോലി? അതൊക്കെ അവിടെ എത്തേന്റെ തരം പോലെയല്ലേ. എന്നാ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പറഞ്ഞോളൂ. ഒക്കെ യോഗം പോലെ വരും. നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. അത് ശരിയാ. പേപ്പർ ബെയിൽ നേരെ പിടിച്ചിട്ട് കൂട്ടി. ഏതാടി ഒരു അമ്മ വയസ്സുകാലത്ത് ഓട്ടൊക്കെ ഉണ്ടല്ലേ കുട്ടപ്പന്റെ.
അപ്പൊ ഇതിനാണ് ടൈപ്പിംഗ് പഠിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതല്ലേ? നീ എന്റെ അച്ഛാ, നീ എന്റെ അച്ഛാ, നീ എന്റെ അച്ഛാ, നീ എന്റെ വേണം ഇവിടെ, ഞാൻ നീ എന്റെ അച്ഛാ. എല്ലാം ശരിയാക്കി തരാം. ആരാന്ന് പോയി നോക്ക്. സാറല്ലേ? ഉണ്ട്. ആരാത്? നമ്മുടെ ആർ. ശിവശങ്കരനാ. നിങ്ങളിരുന്ന് പഠിക്കുന്നു. ഞങ്ങൾ ഒട്ടിച്ചോട്ടച്ചാ. വേണ്ട വേണ്ട. എന്താ ശിവശങ്കര? ഇതാണ് സാർ 9711B സർവേ നമ്പറുള്ള അക്വിസിഷൻ ഫയൽ. ഇരിക്ക്. ഇരിക്ക്. ഞാനും നോക്കട്ടെ. പിന്നെ അടുത്ത മാസം 16-ാം തീയതി കളക്ടർ ആ ചീരന്റെ സ്ഥലം ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്നുണ്ട്. വില്ലേജ് ഓഫീസറും താനും ഒക്കെ അവിടെ ഉണ്ടാവണം. പിന്നെ ആ സ്ഥലത്തിന്റെ ഒരു സ്കെച്ച് തയ്യാറാക്കി എത്രയും വേഗം ഓഫീസിലെത്തിക്കണം. ശരി സാർ. സാറിപ്പോ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്നത് കേട്ടുമല്ലോ. ശരാ, താനെങ്ങനെ അറിഞ്ഞു അത്? എന്റെ അനിയത്തി കോമള അവിടെയല്ലേ പഠിക്കുന്നത്. ഈ മെനക്കെട് ഒന്ന് പഠിച്ചു വെക്കാമെന്ന് വരും. എന്തെങ്കിലുമൊക്കെ ഒന്ന് അർജന്റായിട്ട് അയക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിലെ പെണ്ണിന്റെ കാല് പിടിക്കണ്ടല്ലോ. അതൊരു നല്ല കാര്യം തന്നെ സാർ. ഒരു ടൈപ്പ് റൈറ്റർ വാങ്ങിയ കാര്യം കഴിഞ്ഞു. നമ്മുടെ ഇസ്മായിലിന്റെ കയ്യിൽ ഞാൻ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അക്കരയാണ് കൊണ്ടുവന്നതാ. ചിലപ്പോ ചുളുവിൽ കിട്ടിയെന്ന് വരും. അവനാണെങ്കിൽ ഒരു 10 ചാക്ക് സിമന്റ് വേണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അതൊന്ന് സാറ് ശരിപ്പെടുത്തി കൊടുത്താൽ. ഏത് ഇസ്മയിൽ? സാർ അറിയില്ലേ? നമ്മുടെ തുന്നക്കാരൻ മമ്മന്റെ മോൻ. അവൻ പേർഷ്യയിലല്ലേ? ഷാർജയില്. എന്തിനാ അവന് സിമന്റ്? തൊഴുത്തുണ്ടാക്കാനാണെന്ന് തോന്നുന്നു. ആനയുടെ അടുത്തുള്ള 2 ജേഴ്സി പശുക്കളെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ കെട്ടാൻ സ്ഥലമില്ല. ഇപ്പൊ കെട്ടുന്നത് അട്ടം പുറത്താ. ഒന്ന് കാണാൻ പറയും. Sarin committee has asked for an investment of rupees 3,000 crores over 10 years for wiping out the backlog in maintenance work and for replacing assets such as track, rolling stock and bridges. For the next 2 years of the current plan, the committee computes the outlay of track renewal at between twice and thrice the amount set apart for the current year. The need... സാറിന്റെ ഇതിൽ തെറ്റാണ്. നീ ഇതിലെ സ്പെല്ലിംഗ് ഒന്ന് വായിച്ചേ. CORRENT. എന്നാലേ അത് തന്നെയാണ് ഈ പത്രക്കാരും അടിച്ചു വിട്ടിരിക്കുന്നത്. പിന്നല്ലേ, നോക്കട്ടെ. അപ്പൊ നിങ്ങൾ പഠിച്ചു പോയല്ലോ. നോക്കൂ, ഇനി അധികം വൈകണ്ട. നാളെ തന്നെ ജോണിക്കൊരു കത്തെഴുതിക്കോളൂ. കുറച്ചുകൂടി സ്പീഡ് ആവട്ടെ. ഇപ്പൊ എഴുതിയ വിസ കിട്ടുമ്പോഴേക്കും തനിയെ സ്പീഡ് ആയിക്കോളും. വേണമെങ്കിൽ മേടിച്ചാൽ മതി. ഇത് മേടിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. 12 രൂപയൊക്കെ നമ്മള് വെട്ടി കളിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ കച്ചവടം നടത്തി നമുക്ക് വല്ല അരി മേടിക്കാൻ നല്ല കാശ് നോക്കുന്നുണ്ട്. ഒരു കാര്യം 15 രൂപയ്ക്ക് മേടിക്കാൻ വേറെ ആൾക്കാർ വരുന്നേ.
അത് പറഞ്ഞാൽ നമുക്ക് വല്ല അരി മേടിക്കാനുള്ള കാശല്ലേ? എന്താ വില? കിലോ 20 റുപ്യല്ലോ. അതോ